പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമുക്ക് തരുന്ന ചില ഞെരുക്കങ്ങളില്ലേ, ഞെരുക്കങ്ങൾ. അപ്പം ഞെരുക്കങ്ങൾ അന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? ഇതാണ് വിഷയം. 29:14 വിഷയം. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. അതാണ് വിഷയം. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ മക്കളെ, ദൈവാനുഭവത്തിൻ്റെ പ്രഥമ അനുഭവ തലമെന്ന് പറയുന്നത് ബ്ലെസ്സിങ്സാണ്, അനുഗ്രഹമാണ്. ദാറ്റ് ഇസ് ഓൺലി എ ഫിസിക്കൽ ഫേവേഴ്സ്. ഭൗതികമായ ആനുകൂല്യമാണ്. അതിൻ്റെ നേച്ചർ യൂസ് ആൻഡ് ത്രോ. കഴിഞ്ഞ കൊല്ലം കിട്ടിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. ചിലത് ഓർക്കും, ചിലത് ഓർക്കത്തില്ല. അനുഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയാണ് അത്. ചില സമയത്ത് വിസ്മൃതമായി പോകും. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും നമ്മൾ തന്നെ വിസ്മരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും വിഷയം എന്ന് പറയുന്നത്, ഈ വിഷയത്തെക്കാൾ ഉപരി മക്കൾ വ്യക്തിയെ, ആ അനുഗ്രഹം തരുന്ന ദൈവത്തെ, ആ സെക്കൻഡ് സ്റ്റെപ്പിൽ, ആധ്യാത്മിക സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ വിഷയത്തെക്കാളുപരി, അനുഗ്രഹത്തെക്കാളുപരി ഈ വ്യക്തിയെ ഫോക്കസ് ചെയ്യണം. ആര്? കർത്താവ്, നീ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. അതാണ് വിഷയം. അതാണ് ഉടമ്പടിയുടെ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സത്യം. പ്രസൻസ്. അത് 2-3 വചനങ്ങൾ നമുക്കുണ്ട്. പുറപ്പാട് 33:14, ജോഷുവ 1:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ശക്തനും ധീരനുമായിരിക്കണമെന്ന് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയോട് ദൈവം പറയാൻ എന്താ? എനിക്ക് ഈ മോസസിനോട് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളത്. പുറപ്പാട് 33:14 കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളത് ജോഷുവ 1:9. അവിടെ പറയുന്ന അതൊരു അഭിഷേക തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജോഷുവയോട് മോസസിനോട് പറയുന്നത് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് എ റെലം ഓഫ് ബ്ലെസ്സിങ്സിൻ്റെ ലെവലാണ്. അതൊരു അനുഗ്രഹത്തിൻ്റെ ലെവലാണ്. ആശ്വാസം നൽകുകയും ചെയ്യും. അതായത് പുറപ്പാട് 33:14. പക്ഷേ ദൈവ അനുഭവത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ജോഷുവയോട് പറയുന്നുണ്ട്. എന്താണ്? മോസസ് മരിച്ചുപോയി, മോസസിൻ്റെ കാലം കഴിയുകയാണ്, ഇനി നീയാണ്. ഇനി എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അപ്പോൾ നീ എവിടെ, മോസസിനോട് പറഞ്ഞതിനേക്കാൾ ഈ പ്രോമിസ് കുറച്ചുകൂടി അങ്ങ് ദൈവം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് പുറപ്പാട് 33:14 പ്രോമിസ്. അവിടെ ആശ്വാസം മാത്രമാണ് അതിൻ്റെ, അത് ബ്ലെസ്സിങ് ലെവലിൽ കിടക്കുകയാണ്. ജോഷുവ 1:9 വരുമ്പോൾ മോസസിൻ്റെ കാലം കഴിഞ്ഞു, ഇനി ദൈവവും ജോഷുവയും തമ്മിലുള്ള ഇടപാടുകളാണ് ഉള്ളത്. ആ ഇടപാടുകളിൽ ദൈവം ജോഷുവയോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശ്വാസം നൽകുന്നത് പറയണത് എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ ഏത് കാട്ടിൽ പോയാലും, കടലിൽ മുങ്ങിയാലും, ഐ വിൽ ബി ദെയർ വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുക. എൻ്റെ ദൈവവേദലേ, ഇതിനേക്കാൾ വലിയൊരു പ്രോമിസ് നമുക്ക് ആവശ്യമുണ്ടോ? ദാറ്റ് മീൻസ് എന്താ ദൈവം പറയണത്? എൻ്റെ ദൈവവേദലേ, നീ വെന്റിലേറ്ററിലാണെങ്കിൽ പോലും ഐ വിൽ ബി വിത്ത് യു. കൈയടിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
ഇവിടുത്തെ ഈ അപ്ഗ്രേഡും ഷിഫ്റ്റിങ്ങും വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കണം. ഒന്ന്, പുറപ്പാട് പറയുന്നത് 33:14 പറയുന്നത്, ഞാൻ നിനക്ക് ആശ്വാസം നൽകും, ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. അതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട്. ആശ്വാസം എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സാണ്, കൺസോളേഷൻ. ഇപ്പം സെക്കൻഡ് ജോഷുവയുടെ കാലം വരുമ്പോൾ ജോഷുവയോട് പറയും, എന്ത് പറയും? നീ ശക്തനും ധീരനുമായിരിക്കണം. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് ശത്രുക്കൾ ഉണ്ടാവത്തില്ലെന്നോ ശത്രുക്കളില്ലാത്ത സ്ഥലത്തുകൂടി ഞാൻ നിന്നെ കൊണ്ടുപോകുന്നോ ഒന്നും അല്ല പറയണത്. അതാണ് വിഷയം. രോഗങ്ങൾ നിനക്ക് ഉണ്ടാവത്തില്ലെന്നോ രോഗങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് കൂടി ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു അങ്ങനെ പ്രോമിസില്ല. ഇവിടെ എന്താ പറയണത്? രോഗങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും. ഈശോയും ആ ലെവലിൽ ആ നിലവാരത്തിൽ തന്നെയാണ് ഈശോയും നിൽക്കുന്നത്. എന്താണ്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിക്കേ. നിങ്ങൾ എൻ്റെ അനുഗ്രഹത്തിൽ സമാധാനം കണ്ടെത്താനല്ല പറയണത്. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾ വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി വീട് വിവാഹം ജപ്റ്റ് മാറണം. നിങ്ങൾ എന്നിട്ട് ഈ വിഷയത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്താ പറയണത്? നിങ്ങൾ എൻ്റെ അനുഗ്രഹത്തിലല്ല സമാധാനം കണ്ടെത്തേണ്ടത്. പിന്നെ എന്താണ്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതാണ് ജോഷുവയോടും പറയണത്. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഇപ്പോഴും ഈശോയും പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ധൈര്യമായിരിക്കാൻ പറയും. ഇതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ പരീക്ഷ നമ്മൾ പിള്ളേരെല്ലാം പറയുന്നത്, കർത്താവ് ഇന്ന് ചില പിള്ളേർക്ക് തിരികെത്തിക്കത്തില്ലേ പണ്ടൊക്കെ, കണക്ക് സാർ വരാതിരിക്കാൻ വേണ്ടി, സർക്കസ് കണക്ക് സാറിന് വണ്ടി ഇടിക്കാൻ വേണ്ടി. ഞാൻ കത്തിച്ചില്ല കേട്ടാ. പിള്ളേരൊക്കെ പറഞ്ഞ കേൾക്കാം, ദൈവമേ ആ കണക്ക് സാറിനെ വണ്ടി ഇടിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ്? ഡിക്റ്റേഷൻ കേട്ടെഴുത്തുണ്ട്, വന്നാൽ തെറ്റിക്കഴിഞ്ഞാൽ അയാൾ പണ്ട് ചൂരൽ പ്രയോഗം നടത്തും. അതിനു വേണ്ടിയാണ്. അപ്പം പക്ഷേ കണക്ക് സാറിനെ വണ്ടി ഇടിച്ചിട്ട് സമാധാനം കണ്ടെത്താനൊന്നും പറ്റത്തില്ല. നമ്മൾ എഴുതേണ്ട പരീക്ഷ നമ്മൾ തന്നെ എഴുതണം. അതാണ് വിഷയം. ആദ്യം തന്നെ എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അപർണ. ഞാൻ കൊല്ലം ജില്ലയിൽ ശങ്കരമംഗലത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോള്, പേര് അൻവിത. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 7-ാം തീയതിയാണ്. അന്ന് അതിൽ വെച്ച നിയോഗങ്ങളിലൊന്ന് എൻ്റെ മോക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് അവൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞതിൽ പിന്നെ അവൾക്ക് മോശം പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര കരച്ചിലും ബഹളമാണ്. എന്നൊന്നും പോയില്ല, 3-4 ദിവസവും കൂടി ഇരുന്നാണ് പോകുന്നത്. അപ്പം
ഭയങ്കര കരച്ചിലും ബഹളമാണ്. ആ മോശം പോകുന്നതിൻ്റെ അന്ന് ആ ഏരിയയിലുള്ള മിക്കവർക്കും അത് മനസ്സിലാവും. കാരണം അത്രയും കരച്ചിലാണ് കുഞ്ഞിന്. ആയുർവേദവും അലോപ്പതി അതുപോലെ ഇംഗ്ലീഷ് മരുന്ന് എല്ലാം ഞാൻ കൊടുത്തു നോക്കി. കൊടുക്കുമ്പോൾ ആ ഒരു ദിവസത്തേക്ക് കുഴപ്പം കാണില്ല, അന്ന് മോശം പോവും, പിന്നെയും അവസ്ഥ പഴയത് തന്നെ. അങ്ങനെ ഞാൻ മരുന്ന് കൊടുപ്പ് നിർത്തി. എന്നിട്ട് അമ്മയുടെ ഉപ്പും തേനും തൈലവും കൊടുത്തു തുടങ്ങി. ക്രമേണ അവളിൽ മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല മോശം പോകുന്നതിന്. ഇപ്പോൾ അവൾ തന്നെ ടോയ്ലറ്റിലൊക്കെ പോട്ടി ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവൾ ഇരിക്കത്തില്ല. അവൾക്ക് മോശം പോകുന്നതിൻ്റെ ആ ഒരു സമയം വരുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി പോയി കഥകിൻ്റെ പുറകിൽ പോയി ഒളിക്കും. എന്നിട്ട് കാല് രണ്ടും ഈ ഇടയ്ക്ക് ചേർത്ത് വെച്ച് അങ്ങനെ ആരോടും പറയാതെ ഇങ്ങനെ നിൽക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വേദനയും കരച്ചിലും ബഹളവും നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ അവൾക്കൊരു കുഴപ്പവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെന്ന് പറയുന്നത് 1.25 വയസ്സിൽ കുത്തിവയ്പ്പിൻ്റെ സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൈയും കാലും പൊക്കുന്നതിനും അനക്കുന്നത് പോലും പറ്റാത്ത കരച്ചിലായിരുന്ന സമയത്ത് അവൾക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ആ കുത്തിവയ്പ്പ് എടുത്ത് വന്ന സമയം തൊട്ട് തന്നെ അമ്മയുടെ തൈലവും ഉപ്പും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര നിലവിളിയും കരച്ചിലും വായിക്കുമ്പോഴും ഇവക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവള് പാട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഒരു വേദനയില്ല, ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അതിനുശേഷം പിണ്ടുനീര് വന്നത് ഇപ്പോഴാർക്കെയാണ്. പിണ്ടുനീര് അപ്പോഴും ഒരു സൈഡ് വീങ്ങി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ പിണ്ടുനീരിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിന്, പിണ്ടുനീര് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഫുഡ് കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചവയ്ക്കാൻ പറ്റിയില്ല, വാ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇവക്ക് ഞാൻ ആ സമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും തൈലവും ഉപയോഗിച്ചു. അവൾക്ക് ഫുഡ് കഴിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവൾ മുറുക്കാണ് കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്നത്. ഈ പിണ്ടുനീര് വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വലിയവർക്കായാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൾക്കൊരു കുഴപ്പവും ഇല്ല. അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കാണ് കൂടുതൽ ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അവൾക്കാണ്. പിന്നെ എനിക്ക് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ചെറിയ വീക്കം പോലെ ഉണ്ടായിരുന്നു. ചെറിയൊരു മുഴയെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരുന്നു. എന്നെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ല. ഞാൻ അമ്മയുടെ തൈലവും ഉപ്പും ഉപയോഗിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേദനയോ തടിപ്പോ ഒന്നുമില്ല. ആ ഒരു വീക്കവേ അവിടെ ഇല്ല. അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. പിന്നെന്ന് പറയുന്നത് 2024 എനിക്ക് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ എക്സാം എഴുതുന്നത് അമ്മയുടെ മുമ്പിൽ ഇവിടെ ഇരുന്നിട്ടാണ്. അന്ന് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് അതിൻ്റെ എക്സാം എഴുതുന്നത്. അന്ന് അതിൻ്റെ കട്ട് ഓഫ് 60 എനിക്ക് 56 57 മാർക്ക്, 3-4 മാർക്കിനായിരുന്നു അന്നത് പോയിരുന്നത്. അപ്പോൾ അന്നത് പോയി അന്ന് ഭയങ്കര വിഷമമായി. അന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലും കൂടെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് എനിക്ക് നറുക്കിട്ടപ്പോൾ അമ്മയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് അമ്മ പറയുന്നു, ആ ജനമൈത്രിയുടെ അവരുടെ സൈറ്റിൽ കയറിയിലൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി നോക്കി. അപ്പം ജനുവരി 12-ാം തീയതിയിൽ അവർ നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാണ് ആളെ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അത് അങ്ങനെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടു. സൊസൈറ്റി കോട്ട നിയമനമാണ്, പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ജനുവരി 22 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂ മെമ്മോ കാർഡ് വന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. 24-ാം തീയതി ആയപ്പം അവരായിട്ട് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്തുകൊണ്ട് മെയിൽ അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനത് കണ്ടില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ കരുനാഗപ്പള്ളി ബ്രാഞ്ചിൽ ആണ് അവർ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു HOയിൽ പോയി ജോയിൻ ചെയ്യണം, അവിടെ ചെന്ന് ബോണ്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കയറുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ എൻ്റെ കയ്യിൽ പാദസരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് വിറ്റ് 1 ലക്ഷം രൂപയ്ക്ക്
1,00,000 രൂപയായിട്ട് തിരുവനന്തപുരത്ത് പോയി അവരുടെ ഹെഡ് ഓഫീസിൽ പോയി ബോണ്ട് സൈൻ ചെയ്തു. അങ്ങനെ 17-ാം തീയതി തന്നെ എനിക്ക് എനിക്ക് ഇവിടെ വെച്ച് ഞാൻ എഴുതി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പോസ്റ്റാണ്, ഒരു ജോലിയാണ്. സെയിം അതേ ജോലി തന്നെ എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കല് അമ്മ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ തിങ്കളാഴ്ച, അതായത് 23-ാം തീയതി ഞാൻ ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്ലർക്കായിട്ട് കയറുകയാണ്. പിന്നെന്ന് വെച്ചാൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടത്തില്ല എന്ന ഒരിതുണ്ടായിരുന്നു. വെച്ചാൽ ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ അമ്മ അതെല്ലാം മാറ്റിമറിച്ചു. ഗവൺമെൻറ് ജോലിയല്ല, ഇത് കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ്. കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനത്തിനാണ് ഞാനിന്ന് ജോലിക്ക് കയറാൻ പോകുന്നത്. 23-ാം തീയതി ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ്. എൻ്റെ അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി ഞാൻ പറയുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊരു ജോലി കിട്ടിയെന്നുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും അമ്മ എന്നെ കൈപിടിച്ച് നടത്തി. അതുപോലെ തന്നെ 7-3 ഈ 2 നമ്പർ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. ഇവിടെ ഞാൻ സാക്ഷി എഴുതാൻ വന്നപ്പോൾ അവിടെ ഇരുന്ന ആ സാറിനോട് പറഞ്ഞു, ഫസ്റ്റ് ഉടമ്പടി എടുത്ത ഡേറ്റ് എന്നാന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2023 ജനുവരി 7-ലാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. സെയിം അതേ ഡേറ്റിൽ തന്നെയാണ് ഞാൻ ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കുന്നതും. ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം ആവുകയാണ്. അതുകൊണ്ടാണ് ഈ 7-3 ഈ നമ്പർ എനിക്ക് അമ്മ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കൽ ഇത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അമ്മ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബ്രദറിനും ഒന്നും തന്നെ ഒരു ജോലിയില്ല. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പാടായിരുന്നു. അങ്ങനെ അവരുടെ കാര്യവും ഞാൻ ഉടമ്പടി വെച്ചു. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് ഒരു ടൈലറിംഗ് ഷോപ്പ് ഇട്ടു, അമ്മ ഒരു കമ്പനി കയറി, അനിയൻ പുറത്ത് പോയി. ഇപ്പോൾ ഏപ്രിലിൽ വരും, 1.5 വർഷമായും പോയിട്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു പൂക്കാലമാണ് തന്നത്. പരിശുദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അടുത്തുള്ള അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അത് ക്യാഷായിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിരുന്ന ഒരു അനാഥാലയമായിരുന്നു അവിടെ. ഞാൻ അവിടേക്ക് ഇവിടുന്ന് സ്റ്റോൾ ചെയ്ത ഒരു അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ചു കൊടുത്തു. അതിപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അതാണ് ഇട്ട് വെച്ചേക്കുന്നത്. അമ്മയുടെ ആ ഫോട്ടോയുടെ മുമ്പിൽ നിറച്ച് പൂക്കളിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പം എപ്പോൾ ചെല്ലുമ്പോഴും അവർ പറയും, അമ്മ വന്നതിൽ പിന്നെ അവിടെ യാതൊരുവിധ മുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആഹാരത്തിനായാലും എന്തെങ്കിലും ക്യാഷിന് അത്യാവശ്യം വരുമ്പോൾ കുറച്ചൊന്ന് വിഷമിപ്പിച്ചാലും ആ സമയത്ത് അമ്മ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് അവർക്ക് കൊടുക്കും. അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മൾ ചെല്ലുമ്പോൾ. അവർക്ക്, അതായത് അവരുടെ റെൻ്റ് എന്ന് പറയുന്നത് 20,000 രൂപ വാടകയാണ്. അപ്പോൾ ഇടയ്ക്ക് അതിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരെന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പിന്നെ അവരുടെ റെസിപ്റ്റുമായിട്ട് പോയി ഓരോ വീടുകളിലും കയറി ഇറങ്ങി പൈസ പിരിച്ചു. 3,000 രൂപ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പിരിച്ച് അവർക്ക് കൊണ്ട് കൊടുത്തു. ഈ ജീവിതത്തിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കാര്യങ്ങളും ഞാൻ കൂടാറുണ്ട്, പ്രാർത്ഥന എന്നും ചെയ്യാറുണ്ട്. ഏറ്റവും നന്നായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ 6ാമത്തെ 7ാമത്തെ ഉടമ്പടി പുതുക്കലായിരുന്നു. അതിനു മുമ്പൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. പിന്നെ ഞാൻ ബൈബിള് വായിക്കും. ജപമാല മാസം തുടങ്ങിയത് പിന്നെ ഞാൻ ജപമാല എല്ലാ ദിവസവും ചൊല്ലും. എന്നെക്കൊണ്ട് ഒട്ടും പറ്റത്തില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ജപമാല മുടക്കുന്നത്. ഞാൻ ബൈബിള് വായിക്കും. ബൈബിൾ എനിക്ക് തന്നത് ഞങ്ങളുടെ അവിടുത്തെ തന്നെ ഇടവകയിലെ ഒരച്ഛൻ്റെ ബൈബിളാണ്. വേറൊരു ആൻറ്റി എനിക്ക് മേടിച്ചു തന്നത്. ആ അച്ഛൻ കൊടുത്തതാണ്. ഇന്ന് ഞാൻ ഉടമ്പടി ബൈബിള് വായിക്കാറുണ്ട്. എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട് ഈ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സുജാത. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ വിഷ്ണുമായ. ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക് 2023 ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. സ്മാർട്ടിൽ എൻ്റെ ഇടുപ്പിൻ്റെ എല്ല് ഫ്രാക്ചറായി.
ഫ്രാക്ചർ ആയതിനെ തുടർന്ന് എനിക്ക് ആ ഒരു ബട്ടക്സിൻ്റെ അവിടെ ആയതുകൊണ്ട് അവിടെ സർജറി ചെയ്യാൻ പറ്റില്ല. ബെൽറ്റ് ടൈറ്റായിട്ട് നടക്കാൻ പറഞ്ഞു. 5 മാസം റെസ്റ്റ് എടുത്തു. പക്ഷെ എന്നിട്ട് എനിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കൃപാസന മാതാവിൻ്റെ യൂട്യൂബ് കണ്ടു. സാക്ഷ്യത്തിലൂടെ ആൾക്കൊരു തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും എല്ലാം ഉപയോഗിച്ച് സമാധാനം കിട്ടുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി എനിക്കും ഇത് മാതാവിൻ്റെ അവിടെ വന്നാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ആരാധന, സാക്ഷ്യങ്ങൾ അതെല്ലാം കണ്ടു. അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ അസ്ഥി അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടിയും അസ്ഥി രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അവിടെ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് നല്ലതൊരു വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു. എന്നാലും ഒരു ഓട്ടോൻ്റെ സ്റ്റെപ്പോ ബസ്സിൻ്റെ സ്റ്റെപ്പോ ഒന്നും എനിക്ക് കയറാൻ പറ്റില്ല. ഈ മസിലിൽ പോയി സൂചി കുത്തുന്ന വേദനയായിരുന്നു. വീട്ടിൽ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ സമാധാനം കിട്ടും, പിന്നെ കിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉടമ്പടി എടുത്താൽ ഉടനടി പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇവിടെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് കാണിച്ചപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് സ്റ്റെപ്പുകൾ ഇത്രയും മുകളിൽ കയറിപ്പോകുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ബസ്സിൻ്റെ ഓട്ടോയിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഞാൻ ഇത്രയും സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി. മാതാവിൻ്റെ യേശുവിൻ്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മരുന്ന് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. മാതാവിൻ്റെ തൈലും ഉപ്പും മാത്രമാണ് എനിക്കിത്രയും സഹിക്കുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ യേശുവിക്ക് 1000 നന്ദി പറയുന്നു. അടുത്തായിട്ട് എൻ്റെ മകന് ഒരു കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിക്കാനൊരു ഇത് കിട്ടി. അവന് കമ്പ്യൂട്ടർ കിട്ടാനൊരു ചാൻസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു. പക്ഷേ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വയ്ക്കാത്ത കാരണം അത് റിജക്റ്റായി പോയി. അവസാനം ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പിട്ട് പോയി പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞതും അവർ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു, കമ്പ്യൂട്ടർ റെഡി ആയിട്ടുണ്ട്, വന്നോളൂ പറഞ്ഞു. ആ മൗസിൻ്റെ കളർ തന്നെ മാതാവിൻ്റെ പച്ചത്തിരിൻ്റെയും വെള്ള ക്രീമിൻ്റെ ആയിരുന്നു. മാതാവ് തന്ന അത്രയും അത്ഭുതത്തിന് 1000 നന്ദി പറയുന്നു. അതേപോലെ ഞങ്ങൾ വീട് കയറ്റിയിട്ട് 18 വർഷമായിട്ടും വീട്ടിൻ്റെ പണി പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങളത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട് പണി പൂർത്തിയാക്കി തരണം മാതാവേ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് റോഡിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകിടുന്ന സമയത്ത് വാഷ് ബേസിന് മേലെ അന്നത്തെ ആ മാസത്തെ പത്രങ്ങൾ ഒരു കെട്ട് വാഷ് ബേസിന് മേലെ വെച്ചിരിക്കുകയായിരുന്നു, കവറിന്ന് മാറ്റിയിട്ട്. അപ്പം ഞങ്ങളത് എടുത്തിട്ട് വാഷ് ബേസിന് മേലെ മാതാവിൻ്റെ പത്രം ഇരിക്കണമല്ലോ പറഞ്ഞ് അതെടുത്ത് വീട്ടിലവിടെ എല്ലാവരുടെയും കൊടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കിട്ടിയ പത്രത്തിൻ്റെ കൂടെ അതിന് വെച്ചു. എറണാകുളമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു വിളി വന്നു, വീട്ടിലെവിടേക്ക് ടൈൽസ് വണ്ടി വരുന്നുണ്ട് റെഡിയാണോന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ പൂർത്തിയായി. മാതാവിൻ്റെ കൃപ കൊണ്ട് അതൊക്കെ നടന്നു കിട്ടി. പിന്നെ അടുത്തൊരു സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ മോൾക്ക് +2 ഇപ്പോൾ കഴിഞ്ഞ് അവൾക്ക് നീറ്റ് എക്സാം എഴുതണമെന്നൊരാഗ്രഹമായിരുന്നു. പക്ഷെ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നീറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാനോ ക്രാഷ് കോഴ്സ് പഠിക്കാനോ ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, ഇവിടെ ആലപ്പുഴയിലൊരു സെൻറ്റർ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ആലപ്പുഴ സെൻറ്ററിൽ അവിടെ പോയി പരീക്ഷ എഴുതാൻ പോയത്. മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ച് എഴുതി. മോൾ ക്വാളിഫൈഡായി. അവൾക്ക് BSc ഓപ്റ്റോമെട്രിയും BSc നഴ്സിങ്ങിനൊക്കെ ആയിരുന്നു കൊടുത്തത്. പക്ഷെ അതിലൊന്നും ഒരു അലോട്ട്മെൻറ്റ് വന്നില്ല. പക്ഷേ അവസാന നിമിഷം കോളേജ് ഓപ്ഷനും എല്ലാം കഴിഞ്ഞു. മാതാവിനോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഇനി ഏത് ഓപ്ഷനൊന്നുമില്ല കൊടുക്കാൻ, ഒന്നും വരാനുമില്ല, ഇനി എന്ത് ചെയ്യും മാതാവ്, എൻ്റെ മകൾ ഞാൻ എന്ത് പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മോള് ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ആയുർവേദ ഡോക്ടറിനുള്ള അലോട്ട്മെൻറ്റ് വന്നു. മാതാവിന് ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കൊടുക്കും. അവിടുത്തെ പാലിയേറ്റീവ് വാർഡിൽ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ സ്നാക്സ് അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് രോഗികളെ പോയി കാണും. അവിടുത്തെ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ മാതാവിൻ്റെ യേശുവിൻ്റെയും കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊരു അനുഗ്രഹം തന്ന് ഞാൻ നന്ദി പറയുന്നു.
നട്ടലിൻ്റെ ബെൽറ്റിൻ്റെ സാക്ഷിയാണ് അതെടുത്തത്. ഞാൻ ബെൽറ്റ് ഉപയോഗിച്ച് കിടക്കുമ്പോൾ പോലും ബെൽറ്റ് അഴിച്ചു വയ്ക്കാതെയാണ് കിടക്കാറ്. അപ്പോൾ ഇവിടെ ചേച്ചിൻ്റെ സാക്ഷ്യത്തിൽ കേട്ടു നട്ടലിൽ ബൾജായിട്ട് ചേച്ചി ബെൽറ്റ് ജവമാല റാലിയിൽ ബെൽറ്റ് ഇല്ലാതെ നടന്നതായിട്ട്. അപ്പോൾ മാതാവേ എനിക്കും ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പറ്റണേന്ന് പറഞ്ഞു. അപ്പോൾ 2024 ജവമാല റാലിയിൽ ഞാനും പങ്കെടുത്തു. ഇവിടെ ഒന്ന് ബെൽറ്റ് അഴിച്ചു വെച്ച് മാതാവേ ഞാൻ ബെൽറ്റ് ഇല്ലാതെ നടക്കാൻ പോവാണ്, എന്നെ കാത്തോളണേന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അർത്തിങ്കിൽ പള്ളി വരെ ഞാൻ എങ്ങനെ നടന്നതെന്ന് അറിയില്ല. അത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ മോളുടെ കിട്ടിയ ഞാനിപ്പോൾ മോൾക്ക് കൊടുക്കാം. എൻ്റെ പേര് വിഷ്ണുമായ. ആദ്യം തന്നെ അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. നീറ്റ് എക്സാമിന് എനിക്ക് ക്വാളിഫൈ ആയതിൽ ഞാൻ അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് അമ്മ മാതാവിനെ രക്ഷിച്ച്. എനിക്ക് മെറിറ്റ് സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ ഒരു ക്രാഷ് കോഴ്സിൻ്റെ മുന്നിലും പഠിക്കാതെയാണ് പോയി എക്സാം എഴുതിയത്. അമ്മ ഉടമ്പടി എടുക്കുന്ന സമയത്താണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയത്. ഇവിടെ തന്നെ വന്നിട്ടാണ് എഴുതിയത്, ആലപ്പുഴ സെൻറ്ററിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിൽ ക്വാളിഫൈ ആയി. അച്ഛനെ ഇവിടെ വന്ന് അലോട്ട്മെൻറ്റ് ലിസ്റ്റെല്ലാം അച്ഛൻ്റെ കൊടുത്ത് അച്ഛൻ നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 25 ഇവിടുത്തെ ജവമാല റാലി. ഞാനും ജവമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 27 റിസൾട്ട് വരികയും എനിക്ക് BAMSന് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇത് തന്ന അമ്മ മാതാവിനും യേശോപ്പനും 1000 നന്ദി പറയുന്നു. ഞാനും അമ്മയും കൂടി ചേർന്നിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ്. ഹോസ്പിറ്റലെല്ലാം കൊണ്ട് കൃപാസന പ്രവർത്തനങ്ങളെല്ലാം വിതരണം ചെയ്യായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ശേഷം 2 നേരം പ്രാർത്ഥന, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ആൾക്കാരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അതെല്ലാം ദൈവത്തിൻ്റെ കൃപയും മാതാവിൻ്റെ യേശുവിൻ്റെ കൃപ കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ മാറ്റണം. എൻ്റെ മക്കളെയും എല്ലാവരും ഉടമ്പടി ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ വളർത്തി തരണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥന.